തുടിക്കും വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും പകൽ നീറും നീലാവിതളായി മകളെ അയ്യോ, ഇതാരും സുധക്കുഞ്ഞമ്മയോ? പെട്ടെന്നെന്താ അറിയിപ്പൊന്നുമില്ലാതെ? അറിയോ നീ ഇവനെ? പിന്നെ സച്ചിദാനന്ദ കുട്ടൻ. അയ്യോ, എന്താ കുഞ്ഞമ്മ ഇവനെ മീശയൊക്കെ വെച്ച്? ഇന്നലെ പാളെ കിടന്ന് കൈയും കാലിട്ട് അടിച്ച് കരഞ്ഞ പയ്യനെ. ഇങ്ങോട്ട് വാടി. കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായോളെ? ഇല്ല. നമ്മുടെ കുമ്പളങ്ങാട്ടെ പപ്പുള്ള അമ്മാവന്റെ മോള് മായാദേവി അമ്മ, 9ാം ക്ലാസ് ഫെയിൽസ്. ഇവിടെ ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടല്ലേ കുഞ്ഞമ്മേ? ജാനകിയമ്മോ, ഇതാരൊക്കെ വന്ന് നിൽക്കുന്ന നോക്കിയേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ കൊമ്പും കുറിക്കിങ് വരും. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ സ്വഭാവം. കണ്ട് കണ്ട് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. കാര്യം കൊള്ളാം. ഒരു പിടി അരി ഇല്ല അടുക്കളയില്. സമയമാവുമ്പോ കഞ്ഞിയും ചോറെന്നൊക്കെ പറഞ്ഞു വന്നാലേ മണ്ണുവാരിട്ടൊരു ഞാൻ. ഓ ഒലത്തി കുറയ്ക്കാതല്ലേ, കേറി പോകത്തു. കുഞ്ഞു അകത്തോട്ട് ചെന്നാലേ. പോകലെന്നുണ്ട്. വണ്ടി ഓടിയേച്ച് വരുമ്പോ നന്നേക്കടാ. ആ കണക്കൊന്നും നോക്കിയേ വേട്ട. വന്ന സുധേമായി ഒരുപാട് ദൂരേന്ന് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവുമല്ലേ? അല്ല സുധർമ്മേ, നീ ഇതെന്ത് ഭാവിച്ചാ? പെട്ടിയും കുടിക്കൊക്കെ ആയിട്ട്. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ ജാന ചേച്ചി. അതെന്താന്നാ ഞാൻ ചോദിച്ചേ? അതൊക്കെ ഞാൻ പറയാന്നേ. ഒരു കാര്യം ഞാൻ പറയാം. ഈ വയസ്സുകാലത്ത് എല്ലാവർക്കും കൂടി വെച്ചു വിളമ്പി തരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ അമ്മായി ഇങ്ങനെയാ, ആരോട് എന്തു പറയണമെന്നറിയില്ല. ഒന്നും തോന്നല്ലേ. അമ്മായിയോട് മറുപടി പറയണെങ്കിലേ ബാലൻ കൊച്ചേട്ടൻ തന്നെ വേണം. ജാനേ ചേച്ചി, നീ എനിക്ക് പരിചയപ്പെടുത്തി തരുക. മോളുടെ അമ്മയ്ക്ക് സുഖാണോ? അയ്യോ, എന്റെ അമ്മ ചത്തുപോയി. അച്ഛൻ ഇവിടെ റോഡ് പണിക്ക് വന്ന ഒരുത്തേയും കൊണ്ടങ്ങ് പോയി. ബാലൻ കൊച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോടിന്ന്. വായി വരുന്നതൊക്കെ പറയുമെങ്കിലും ജാനകിയമ്മായി പാവാ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. ഇത് അമ്മായിയുടെ മോനാ. നീ തന്നെ ചോദിച്ചു നോക്ക്. എനിക്കെങ്ങും മേല. വിശക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. നിനക്ക് പറയാൻ 100 ന്യായങ്ങളുണ്ടാവും. കല്യാണമാണ്, ലോൺ അടയ്ക്കണം, അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണമെന്നൊക്കെ. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് തരാന്ന് പറഞ്ഞത് കിട്ടിയേ പറ്റൂ. വിശ്വട്ടാ, അത് തരില്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കുറച്ച് സാവകാശം കൂടി വേണം.
ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇനി എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. അത് കിട്ടിയിട്ട് വേണം എനിക്ക് എന്റെ വീടിന്റെ പണി തീർക്കാൻ. തരാം. അതും പറഞ്ഞ എന്റെ പെങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കൂടാ. കല്യാണ സമയത്ത് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. 150 പവനും 5 ലക്ഷം രൂപയും. എന്നിട്ട് അതിൽ എത്ര തന്നു നിനക്കറിയാലോ? പൂന്തോട്ടത്തിലെ പെണ്ണിന്റെ സൗന്ദര്യം മഹിമയും കണ്ടിട്ടൊന്നുമല്ല, കിട്ടാനുള്ള പണത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവളെ കെട്ടിയേ. അത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിലേ അവൾ ഇവിടെ നിൽക്കും. പൂന്തോട്ടത്തിക്കാരുടെ മഹിമ നാട്ടുകാരെ ഞാൻ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ഉപേക്ഷിച്ചു കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട വിശ്വേട്ടാ. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സ്ത്രീധന ബാക്കി എന്ന് പറഞ്ഞ് ഭാര്യയെ തല്ലിച്ചതച്ച എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അഴി എണ്ണിക്കും ഞാൻ. വിശ്വന്റെ ഒരു മുഖേ നീ കണ്ടിട്ടുള്ളൂ. നിന്റെ പെങ്ങളോട് ചോദിച്ചു നോക്ക്, അവള് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കൂടി എന്റെ തനിന്തരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അതെ, അങ്ങനെ ഒരു ഷോ കാണിച്ചാൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന വിശ്വേട്ടൻ കരുതണ്ട. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ പെങ്ങളെ എങ്ങാനും ഉപദ്രവിച്ച ഈ കൈ ഞാനിങ്ങി വെട്ടിയെടുത്തോണ്ട് വരും. എന്തിനാ ബുദ്ധിമുട്ടണത്? ദൈവം എന്നെ ഈ കിടപ്പിന്ന് എഴുന്നേപ്പിക്കില്ല. മനസ്സ് വെക്കണം. സ്വയം മനസ്സ് വെച്ചാലേ നടക്കൂ സുഭദ്രേ. ഞാനും അതെന്നെ അച്ഛാ പറയണേ. അല്ലേലും ഞാൻ എന്തിനാ എണീക്കണേ? എന്റെ കുട്ടി അവിടെ നരകയാതന അനുഭവിക്കുമ്പോ ഞാൻ എണീറ്റ് നടന്നിട്ട് എന്തിനാ? നിന്റെ മോള് നരകയാതന അനുഭവിക്കണത് നീ കാരണല്ലോ. എനിക്കറിയാം, എന്റെ കുഞ്ഞൂര് തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാരും കൂടി കള്ളക്കേസിൽ കുടിക്കതാ. പാവ എന്റെ കുട്ടി. തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മളോട് കാട്ടിയതെന്താ? തിരിച്ചു വരില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി പോയപ്പോഴും നമ്മളോട് അവൾ എന്നത്തെയും പോലെ ചിരിച്ചു കാണിച്ചില്ലേ? നമ്മളോട് കാണിച്ച വഞ്ചനയ്ക്കുള്ള ദൈവശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം. ഇങ്ങനെ ശാപവാക്ക് പറയല്ലേ. നമ്മളല്ലേ ഇനി അവളെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. ക്ഷമിച്ചൂടെ അവളോട്? 10 മാസം ചുവന്ന് നൊന്ത് പെറ്റൊരമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അതാണ് അമ്മ. പക്ഷെ നീ കാണിക്കണ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നിന്റെ മോക്ക് കഴിഞ്ഞില്ല. എന്തിനാ അവളെ പഴിക്കണേ? ഓരോരോ പ്രായത്തില് ഓരോരോ തോന്നലുകള്. അതോ പ്രായമറിഞ്ഞ അവളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ നിനക്ക് കഴിയാഞ്ഞിട്ടോ? വേണ്ട, കഴിഞ്ഞതൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലൊരു ശണ്ട വേണ്ട. എന്തിനാ അമ്മ അച്ഛനെ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കണേ? അമ്മ വിഷമിക്കാതെ. മാള് വെച്ച് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വിളിച്ചോണ്ടുവരാം. എന്റെ കുട്ടി പറഞ്ഞാ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. അതാ അമ്മയുടെ ഒരു സമാധാനം. ഞാൻ പറഞ്ഞോളാം. എന്തിനാടാ ഇത്ര ടെൻസ്ഡ് ആവുന്നേ? ഒരു ദിവസം വിളിച്ചില്ലാന്ന് വെച്ചാ എന്താ? വിളിക്കാത്തോണ്ടൊന്നും അല്ല, ഔട്ട് ഓഫ് റേഞ്ച്. അതാ എനിക്ക് മനസ്സിലാവാത്തെ. നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ എപ്പോഴും ബൈക്കിൽ കറങ്ങലും മലകയറ്റവും ഒക്കെയാണെന്ന്. അവൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ എവിടെങ്കിലും ആയിരിക്കും. ഇതങ്ങനെയൊന്നും അല്ല. എനിക്കെന്തോ വല്ലാത്തൊരു ഐ ഫീൽ സംതിങ് റോങ്. ഏയ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിന്റെ സ്നേഹക്കൂടുതലും ഉണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നേ. അല്ല. എന്തേ സച്ചിൻ നിന്നിൽ നിന്നും വീണ്ടും അകലുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നോ, അവന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞല്ലേ. ഇതൊന്നുമല്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആരോ ശ്രമിക്കുന്ന പോലെ. എന്താടാ നിനക്ക്? ഒന്ന് വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ച്. അതിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ? ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കണ്ട. നീ വന്നേ, വാ.
വിട്ടേച്ചു പോയെങ്കിലും അവര് നിന്നെ പൊന്നുപോലെ നോക്കുകയല്ലായിരുന്നോ? നല്ല ശാപ്പാടും കഴിച്ച് നിനക്ക് അവിടെ എങ്ങാനും കിടന്നാ പോരായിരുന്നോ? അല്ല, നിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാലോ നിനക്ക് അവിടെ ശാപ്പാടിന് കുറവൊന്നും ഇല്ലായിരുന്നു എന്ന്. ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് നീ എന്തിനാ സുധർമ്മ ഇങ്ങോട്ടോടി പോന്നേ? നിന്ന കാലം അത്ര അന്തസ്സായിട്ട് നിന്നു. അവർക്ക് വേണ്ടെന്ന് തോന്നിയ പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന എന്തിനാ ജാനേ ചേച്ചി? ആ, അത് നേരാ. അപ്പോ എനിക്ക് നിന്നെ വേണ്ടാന്ന് തോന്നിയാ നീ എങ്ങോട്ട് പോകും? പ്രായമായ ചെറുക്കനെയും കൊണ്ട് നീ എന്തോ ഉദ്ദേശത്തിലാ ഇങ്ങോട്ട് പോന്നെ? നിനക്കൂടെ ചെലവില് തരാൻ ഇവിടെ എങ്ങാനും പാങ്ങുണ്ടോ? ഇവിടെ കനകക്കട്ടിയൊന്നും ഇരിപ്പില്ല. ഇങ്ങോട്ട് താടി. പാവ എന്റെ ചെക്കൻ പെട്ടി ഓട്ടോ ഓടിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ടാ ഈ വീട് കഴിയുന്നേ. പകുതി ആ മുടിഞ്ഞ കാല് കുടിച്ചു തീർക്കും, പിന്നെ കണ്ടവന്റെ മെക്കിട്ട് കേറുകയും ചെയ്യും. ഓ ഒലത്തി. എടി മായേ, ആ തേങ്ങാപ്പൂൾ എടുത്ത് ഇവരുടെ അണ്ണാക്കിലോട്ട് തിരികെ വെച്ചു കൊടുക്ക്. ഒരു സമയം നാക്ക് വായിക്കാത്ത എടുക്കത്തില്ല. ചുമ്മാ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. പറയൂടാ, കേക്കാൻ ഇഷ്ടമില്ലെങ്കിലേ ഇറങ്ങി പോടാ. ഇതെന്റെ വീടാ. രാത്രി രാത്രി കുടിച്ചേച്ച് നാലുകാലിലൊരു ചത്തത് എങ്ങനെയാണെന്ന് അറിയാലോ. അതുപോലെ കരലും കുടലില്ലാതെ ചോരയും തുപ്പി തന്നെ നീയും ചാവും. സുധാമ്മക്ക് ഇതൊക്കെ കേട്ടിട്ട് വിഷമം തോന്നുന്നുണ്ടോ? ഇതൊന്നും ഉള്ളതാ. എടി മായപ്പുണ്ണേ, അവിടെ നിന്ന് കുനുകുന വർത്താനം പറയാതെ അശോകന്റെ കാപ്പിക്കടയിൽ ചെന്ന് പഴത്തൊലി പെറുക്കി ആട്ടിന് കൊടുക്കടി. ഒന്ന് തോറ്റെന്നും പറഞ്ഞ് പിന്നെ മോളെന്താ പഠിക്കാഞ്ഞേ? ഓ, ആ സമയത്ത് അമ്മയുടെ മരണം, പിന്നെ അച്ഛന്റെ പോക്കും, പിന്നെ എനിക്ക് തോന്നിയതുമില്ല. മാരേജ് ഹോസ്റ്റലിൽ എപ്പോ എന്നെ കാണാൻ വന്നാലും അച്ഛൻ ഇതേ പറയാനുള്ളൂ. പിന്നെ മറ്റെന്താ ഞാൻ മോളോട് പറയേണ്ടത്? വേറെ എത്ര കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അറ്റ്ലീസ്റ്റ് എന്റെ പഠനത്തെ പറ്റി ഈയിടെയായി അച്ഛൻ എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എനിക്കിപ്പോ നിന്റെ പഠിത്തത്തെക്കാൾ വലുത് നിന്റെ ജീവിതമാണ്. പഠിച്ചു വലിയ ഉദ്യോഗം കിട്ടിയിട്ട് വേണ്ടല്ലോ നിനക്ക് ജീവിക്കാൻ. അപ്പൊ ഞാൻ ഈ ഉറക്കൊഴിഞ്ഞ് ഫിലോസഫിയും തലേ കയറ്റി നടക്കുന്നൊക്കെ വെറുതെ. എനിക്കറിയാം മാരേജിനെ പറ്റി നിന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടെന്ന്. അതൊന്നും നടക്കില്ലെന്ന് പറയാൻ കൂടിയാ ഞാൻ വന്നത്. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? സച്ചി അവന്റെ അമ്മയും ഒരു വാക്കുപോലും പറയാൻ നാടുവിട്ടിരിക്കുന്നു. അവൻ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പോകുന്നതിനു മുമ്പ് നിന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അതാ അച്ഛൻ പറയുന്നത് മോക്കാളുകളെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റുന്നു. കാണും പോലെ അല്ല ആരും. നിന്റെ ശുദ്ധഗതി കൊണ്ടേ നീ എല്ലാരും വിശ്വസിക്കും. ഏതായാലും അതിങ്ങനെ അവസാനിച്ച് നന്നായി. നമുക്ക് പറ്റിയൊരു ബന്ധമല്ല ഇതെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? കഴിഞ്ഞോ? അച്ഛനെല്ലാം പറഞ്ഞു കഴിഞ്ഞോന്ന്. സച്ചി എനിക്കറിയാം, മറ്റാരെക്കാളും കൂടുതൽ. അവനെന്തിനാ നാട് വിട്ടു പോന്നത്? പിന്നെ ഒരു വാക്കുപോലും പറയാതെ സുധാമ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ കണ്ടുപിടിക്കും. പിന്നൊരു കാര്യം, ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും സച്ചി എന്നെ കാണാൻ വരും. അതെനിക്ക് ഉറപ്പാ.
ചേട്ടാ പെട്ടെന്നൊന്ന് പോവോ? ശരി. കുറച്ചുകൂടെ സ്പീഡിൽ പോവോ? അതെ ചേട്ടാ, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ പോവോ? അയ്യോ, ഇതാരാ അപ്പൂട്ടിക്കുഞ്ഞോ? മീനാക്ഷി അടുത്തേക്ക് വിശ്വസിക്കാനേ വയ്യ. മോളെന്താ ഈ വഴിക്ക്? വാ മോളെ. എടാ കൊച്ചൂട്ടോ, ആ കസാര ഒന്ന് തുടച്ചിടടാ. ഓ, അവൻ ഇവിടെ ഇല്ല, കടയിലോട്ടൊന്ന് പറഞ്ഞു വിട്ടതാ. പോയ വഴിക്കല്ലേ. ആ മോള് വാ. മീനാക്ഷി അടുത്തി. എന്താ മോളെ? സുധാമ എവിടെ പോയതാ? അമ്മയും മോന് സ്ഥലം വിട്ടിരിക്കുക. എവിടാന്ന് പോലും ആർക്കും അറിയില്ല. എന്തൊരു ഇരിപ്പാടാ ഇത്. ചെന്നൊന്ന് ഫ്രഷ് ആയേ. എഴുന്നേറ്റേ. എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൻ. സുധാമ്മയുടെ നിർബന്ധം കൊണ്ടായിരിക്കും അത്. ആര് നിർബന്ധിച്ചിട്ടായാലും അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും ചെയ്യായിരുന്നില്ലേ? അതിന് തക്ക കാരണം കാണും. നീ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാത്ത എന്താ? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതെല്ലാം നെഗറ്റീവായിട്ട്. അമ്മയുടെ മരണം, കല്യാണാലോചനകൾ, ഇപ്പത്തെ ഇതും. എന്റെ സന്തോഷം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും അവരുടേതായ ഒരു വലയത്തിനുള്ളിൽ എന്നെ തളച്ചിടാനാ ശ്രമിക്കുന്നത്. നിന്റെ അച്ഛന് നിന്നോടുള്ള അമിത സ്നേഹം സ്വാർത്ഥമാവുന്നതുകൊണ്ടാ. ആയിരിക്കാം, പക്ഷേ എനിക്ക് ആ ഭാഗം മാത്രം ചിന്തിച്ചാ പോരല്ലോ. ആയിക്കോട്ടെ, എന്നാലും ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതിരിക്കുന്നല്ലേ നല്ലത്. അതെങ്ങനെ ഒക്കും? നീ പറയൂ, ഞാൻ മാത്രം വിചാരിച്ച് സാധിക്കുന്ന കാര്യമാണോ അത്? ഇന്ന് തന്നെ ഞാൻ തിരക്കി ചെന്നപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. മീനാക്ഷി അടുത്തെ കണ്ടപ്പോ പറഞ്ഞെന്താ, കൂടും കുടുക്കയും പെറുക്കി സ്ഥലം വിട്ടിരിക്കുന്നു. എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് പറച്ചിൽ. ഒരു രാത്രി കൊണ്ട് എന്റെ സച്ചിയും പാവ സുധാമയും നാട്ടുകാരുടെ മുമ്പിൽ എത്ര ചെറുതായിപ്പോയി. എന്തിന്? ആരെ തൃപ്തിപ്പെടുത്താൻ? എനിക്കറിയാം ഇതൊക്കെ ആരാ ചെയ്യിക്കുന്നെന്ന്. അപ്പുട്ടി, അജയേട്ടനാ, ഉണ്ണിമാമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക.